പോസ്റ്റിംഗ് ലഭിക്കാത്തതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിലെ 50ഓളം ജീവനക്കാർ വീട്ടിലിരുന്ന് ശമ്പളം പറ്റുന്നു. പൊതുഭരണ വകുപ്പിലെ 28 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉയർന്ന ശമ്പളം ലഭിക്കുന്നവരാണ് പോസ്റ്റിംഗ് ലഭിക്കാതെ വീട്ടിലിരിക്കുന്നത്. കോൺഗ്രസ് സർവീസ് സംഘടനകളിലെ തർക്കമാണ് പോസ്റ്റിംഗ് വൈകാൻ കാരണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ചേരുന്നു. ആർ ശ്രീജിത്ത്, വേണ്ടത്ര ജീവനക്കാരില്ല എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോഴാണ് ഒരു വിഭാഗം ജീവനക്കാർ വീട്ടിലിരുന്ന് വെറുതെ ശമ്പളം പറ്റുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മുൻ സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെയും മറ്റും പേഴ്സണൽ സ്റ്റാഫുകളിൽ അംഗമായിരുന്ന ആളുകൾ ഡെപ്യൂട്ടേഷനിലാണ് ആ പദവികൾ പ്രവർത്തിച്ചിരുന്നത്. സർക്കാർ അധികാരമൊഴിഞ്ഞതോടെ അത്രയും ജീവനക്കാർ തിരികെ മാതൃവകുപ്പിലേക്ക് സർവീസിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെയുള്ള 50ഓളം പേരാണ് പോസ്റ്റിംഗ് കിട്ടാതെ കാത്തിരിക്കുന്നത്. ഇവർ വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങിക്കുന്നു എന്നതാണ് വസ്തുത. അതേസമയം സെക്രട്ടേറിയറ്റിൽ ഇവർക്ക് തത്തുല്യമായ അല്ലെങ്കിൽ ഇവരെ നിയോഗിക്കേണ്ട തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയും ചെയ്യുന്നു. ഈ തസ്തികകൾ ഒഴിച്ചിട്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ഭരണാനുകൂല സംഘടനകളിൽപ്പെട്ട ജീവനക്കാരുടെ പ്രൊമോഷൻ മറ്റും സാധ്യമാക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമെന്ന നിലയിലാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ GAD പൊതുഭരണ വകുപ്പിൽ മാത്രം 28 ജീവനക്കാർ പോസ്റ്റിംഗ് കിട്ടാതെ വെറുതെ വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങുന്നുണ്ട്. ഇവരിൽ ബഹുഭൂരിപക്ഷവും 2 ലക്ഷത്തിൽ പരം രൂപ ശമ്പളം പറ്റുന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത്രയും ശമ്പളം പറ്റുന്നവർ ഏതാണ്ട് ഒരു മാസത്തിലേറെയായി വീട്ടിലിരുന്ന് വെറുതെ ശമ്പളം വാങ്ങുകയാണ്. അവർ ഒരു ജോലിയും ചെയ്യുന്നില്ല. അവർക്ക് വെറുതെ സർക്കാർ ശമ്പളം കൊടുക്കുന്നു. കടുത്ത സാമ്പത്തിക അതേസമയം അവരെ നിയോഗിക്കേണ്ട പോസ്റ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഗുരുതരമായ ഒരു കെടുകാര്യസ്ഥതയുടെ നേർസാക്ഷ്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാര്യമാണ്. പോസ്റ്റിങ്ങുകൾ വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിലെ സർവീസ് സംഘടനകൾക്കിടയിലുള്ള നേതൃനിരയിലും മറ്റുമുള്ള തർക്കമാണ്. കഴിഞ്ഞ 10 കൊല്ലമായി ഭരണത്തിലില്ലായിരുന്നുകൊണ്ട് ഈ ആരൊക്കെയാണ് തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നവരെന്ന് കണ്ടെത്തി അവരെ നിയോഗിക്കാനുള്ളൊരു കാലതാമസം പൊതുവിൽ സംഭവിക്കുന്നുണ്ട് കോൺഗ്രസിന്. ഒപ്പം തന്നെ നേതൃതലത്തിലെ തമ്മിലടിയും ഈ പോസ്റ്റിംഗ് വൈകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.